ഇന്നത്തെ വീഡിയോ ചോറിൻ്റെയൊക്കെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് വെണ്ടയ്ക്കയും ഉണക്കച്ചെമ്മീനാണ് വേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 7-8 വെണ്ടക്കായാണ് എടുത്തിട്ടുള്ളത്. മൂക്കാത്ത വെണ്ടക്കായ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ അതിൻ്റെ അറ്റം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ആ വെണ്ടക്കായുടെ നടു ഇതുപോലെ ഇങ്ങനെ കീറിയെടുക്കണം. ഇനി നമ്മൾ വെണ്ടക്കായുടെ അകത്ത് ഇതുപോലെയുള്ള തരികളുണ്ടല്ലോ, അതെല്ലാം മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ കുറച്ച് ഉപ്പും മുളക് പൊടിയും ഈ വെണ്ടക്കയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഉപ്പും മുളക് പൊടിയും അതുപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരുമ്പി കൊടുത്താൽ മാത്രം മതി. അടുത്തതായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കൈപ്പിടി ഉണക്കച്ചെമ്മീനാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചെമ്മീനാണ്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ അത്യാവശ്യം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനതൊരു ഇടിക്കല്ലിട്ടിട്ട് ഇതുപോലെ ചതച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ചതച്ചെടുക്കാം. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ 1 കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തിട്ടുള്ളത് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് പോവുകയാണ്. ഇനി നമ്മുടെ സവാളയും ഇഞ്ചിയും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നമ്മുടെ എരിവ് എത്ര വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടിയും ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 1 ടീസ്പൂൺ നമ്മുടെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ലേ ചെമ്മീനാണ്, ഉണക്ക ചെമ്മീനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് 1 കൈപ്പിടി തേങ്ങ ചെരുകിയതാണ്. തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആ ഒരു കൂട്ട് ഞാൻ അടുപ്പത്തു നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുത്തിട്ടുണ്ട്. തേങ്ങ ചേർത്ത ശേഷം അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ വെണ്ടയ്ക്ക മുറിച്ചെടുത്തതിലേക്ക് നമ്മൾ സ്റ്റഫ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ ഓരോ വെണ്ടയ്ക്കയിലേക്കും ഇതുപോലെ ഇങ്ങനെ നിറച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ എല്ലാ വെണ്ടയ്ക്കയിലേക്കും ഇതുപോലെ ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ വെണ്ടക്കായ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ കറിവേപ്പില നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ സ്റ്റഫ് ചെയ്ത വെണ്ടക്കായ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കറികളൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ്. അതുപോലെ ചോറിനൊക്കെ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അതുപോലെ ചെറിയൊരു നാരങ്ങ കഷ്ണമൊക്കെ സവാളയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാരങ്ങയൊക്കെ ചേർത്ത് പിഴിഞ്ഞ് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂടും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബായ്.